ഏഷ്യ കപ്പ് ഫുട്ബോൾ. ഏഷ്യ കപ്പ് എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ചാമ്പ്യൻ രാജ്യത്തെ തെരഞ്ഞെടുക്കുന്ന ഫുട്ബോൾ മേള. ഇത്തവണ 22ാമത് പതിപ്പ് ഖത്തറിലെ വിവിധ വേദികളിൽ ദോഹയിലും പ്രാന്തങ്ങളിലുമായി നടന്നു. ഒരു മാസം ദീർഘിച്ച ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലാണ് നാളെ. ജോർദാൻ വേഴ്സസ് ഖത്തർ. നല്ല അറേബ്യൻ ഫൈനലാണ്. പ്രത്യേകിച്ച് ഏഷ്യ കപ്പിന്റെ ചരിത്രം അറിയുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇതാദ്യമായിട്ടാണ് ഒരു അറേബ്യൻ ഫൈനൽ വരുന്നത്. കാരണം ഖത്തറും ജോർദാനും അറബ് പെനിസ്യൂലയാണ്. നേരത്തെ നമ്മൾ ഈ ഫുട്ബോളിന്റെ ചരിത്രത്തിലേക്ക് വന്നാൽ കൊറിയ, ജപ്പാൻ, ഓസ്ട്രേലിയ ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രബലരായ കിഴക്കൻ ഏഷ്യൻ അല്ലെങ്കിൽ ഓഷ്യാനിയ കൺട്രീസ് ഒക്കെയാണ് ചാമ്പ്യന്മാരായതെങ്കിൽ 4 വർഷം മുമ്പ് 2019 UAE നടന്ന ഏഷ്യ കപ്പിലാണ് ആദ്യമായിട്ട് ഖത്തർ, അന്ന് ജപ്പാനെ 3-1 ആ ഫൈനലിൽ സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അന്ന് ലോക സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് സാഹചര്യങ്ങൾ ഇതായിരുന്നില്ല. ഖത്തറിനെതിരെ ഉപരോധമുള്ള ഒരു കാലമായിരുന്നു. ഒരു ഖത്തറിക്ക് പോലും UAEയിലേക്ക്, അതായത് പ്രത്യേകം എൻട്രി വേണ്ടിയിരുന്നു, വിസ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു കാലത്തായിരുന്നു 19 അബുദാബിയിലെ സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഖത്തർ അലിമോസ് എന്ന സൂപ്പർ താരത്തിന്റെ കാര്യത്തിൽ 3-1 വിജയിച്ചു. അതിനുശേഷം ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നു. ആ വേൾഡ് കപ്പിൽ ഖത്തർ ആതിഥേയർ എന്ന രീതിയിൽ കളിച്ചെങ്കിൽ പോലും അവർക്ക് മികവ് പ്രകടിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവർ ആദ്യ റൗണ്ടിൽ തന്നെ ഇക്വഡോറിനോട് തോൽക്കുന്നുണ്ട്, നെതർലാൻഡ്സിനോട് തോൽക്കുന്നുണ്ട്, സെനഗലിനോട് തോറ്റു പുറത്താവുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഒരു വർഷം, അതായത് 2022 ലോകകപ്പ്, 23 അവസാനം 24 തുടക്കത്തിലേക്ക് ഏഷ്യ കപ്പിലേക്ക് വന്നപ്പോൾ ആകെ മാറി ഖത്തർ ഗംഭീര ടീമായിട്ട് മാറി. അതുകൊണ്ട് തന്നെയാണ് അവർ ഫൈനലിലേക്ക് വന്നിരിക്കുന്നത്. ജോർദാനിലേക്ക് വരുമ്പോൾ നമ്മളൊന്നും, അതായത് ഇപ്പം ഫിഫയുടെ റാങ്കിംഗ് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ പിറകിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ജോർദാൻ എന്ന് പറയുന്നത്. ആ ജോർദാന് ഒരു നോക്കൌട്ട് മാത്രം പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ പ്രീ ക്വാർട്ടറിൽ പുറത്താവും എന്ന ഒരു ചിന്തയിൽ തന്നെയാണ് അവർ വന്നത്. പക്ഷെ ആ ടീം കൊറിയ എന്ന് പ്രത്യേകിച്ച് പറയാനൊരു കാരണം, 2002 വേൾഡ് കപ്പിൽ കൊറിയ ലോകകപ്പിന്റെ സെമി ഫൈനൽ കളിച്ചവരാണ്. ഒരു ഏഷ്യൻ ടീം ആദ്യമായിട്ട് ലോകകപ്പിന്റെ അവസാന 4ലേക്ക് വരുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നമ്മൾ അന്ന് കണ്ടത്. ആ കൊറിയ ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്നാണ് ജോർദാൻ വളരെ ശക്തരായിട്ട് മാറിയിട്ട് കൊറിയയെ പ്രാഥമിക റൗണ്ടിൽ 2-2 തളകുന്നുണ്ട്. ആ മത്സരം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു വസ്തുത, അന്ന് ജോർദാൻ 2-1 ജയിക്കേണ്ട ഒരു ടീമായിരുന്നു. പക്ഷേ ഇഞ്ചുറി ടൈമിലാണ് കൊറിയ സമനില നേടുന്നത്. അതിനുശേഷം ജോർദാൻ ആകെ മാറി. നോക്കൌട്ടിലാണെങ്കിൽ, ക്വാർട്ടർ ഫൈനലാണെങ്കിൽ, ഈവൻ സെമി ഫൈനലിലേക്ക് വരുമ്പോൾ അതേ കൊറിയക്കാരുമായിട്ടുള്ള മത്സരമാണ്. അപ്പോഴും എല്ലാവരും എഴുതിയത് ജോർദാൻ തന്നെ കപ്പടിക്കുമെന്ന്, ജോർദാൻ പുറത്താവും, കൊറിയ തന്നെ കയറും എന്നാണ്. പക്ഷെ 2 വ്യക്തമായ ഗോൾ മാർജിനിൽ ജോർദാൻ കൊറിയയെ തോൽപ്പിച്ച് ഫൈനലിൽ നിൽക്കുന്നു. അങ്ങനെയാണ് ഒരു അറേബ്യൻ ഫൈനൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. എന്തായാലും ലുസൈൽ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ പ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേദിയാണ്. 2022 ഫൈനൽ വേദിയാണ്. അർജന്റീനയും മെസ്സിയും ഒക്കെ കപ്പ് വാങ്ങിയ ഒരു വേദിയാണ് ലുസൈൽ എന്ന് പറയുന്നത്. ഖത്തർ വേൾഡ് കപ്പിനായിട്ട് മാത്രം സൃഷ്ടിച്ച അത്ഭുതകരമായ ഒരു സ്പോർട്സ് സിറ്റിയാണത്. അവിടെയാണ് ഫൈനൽ നടക്കുന്നത്. എന്തായാലും ഏകദേശം 88,000 പേർക്കാണ് ലുസൈലിലെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു ഇരിപ്പിടം പോലും ഒഴിഞ്ഞു കിടക്കില്ല. കാരണം ഖത്തറാണ് കളിക്കുക. കാരണം നമുക്കറിയാം ഖത്തറിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ജനസംഖ്യയാണ്. അവരെല്ലാവരും വരും, സ്റ്റേഡിയം നിറയും. ജോർദാനെതിരായിട്ടുള്ള മത്സരമാണ്. ഞാൻ സാധ്യത കാണുന്നത് ഖത്തറിന് തന്നെയാണ്. കാരണം 3 ശക്തരായ മുൻനിരക്കാരുണ്ട്. അലിമോസ് എന്ന സീനിയർ താരം വളരെ ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഇറാനെതിരായ സെമി ഫൈനലിൽ ടീമിന്റെ വിജയ ഗോൾ സ്കോർ ചെയ്തത്. അക്രം അഫീഫ് എന്നുള്ള ഖത്തറുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരുണ്ട്. അദ്ദേഹമാണ് 5 ഗോളുകളുമായിട്ട് ഇപ്പോൾ ഏകദേശം ടോപ്പ് സ്കോറർ പട്ടികയിലേക്ക് വരുന്ന ഒരാളാണ്. പിന്നീട് ഹൈദോസ് എന്ന അവരുടെ ക്യാപ്റ്റൻ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ല ടീമാണ്. ജോർദാൻ ടീമിലേക്ക് വരുമ്പോൾ അവരുടെ വീര്യം എന്ന് പറയുന്നത് ശരിക്കും ആരെയും തോൽപ്പിക്കുക. കാരണം കൊറിയ പോലുള്ള ഒരു ടീമിനെയൊക്കെ തോൽപ്പിച്ച ഒരു സംഘത്തിന് ഖത്തർ എതിരാളികളല്ല എന്നുള്ള ഒരു ചിന്തയിൽ, നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന ഒരു ധാരണയിലാണ് അവർ വരുന്നത്. അതുകൊണ്ട് അവരെ തള്ളിക്കളയാൻ കഴിയില്ല. എങ്കിൽ പോലും ഗാലറിയുടെ സപ്പോർട്ട് പ്രധാനമാണ്, മൈതാനത്തെ സാഹചര്യങ്ങൾ പ്രധാനമാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഖത്തർ തുടർച്ചയായിട്ട് 2ാം തവണയും ഏഷ്യ കപ്പ് സ്വന്തമാക്കാനാണ് വ്യക്തമായ സാധ്യത കാണുന്നത്. അതിനിടയിലും നമ്മൾ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, നമ്മുടെ ടീമും നമ്മുടെ രാജ്യവും ഇന്ത്യ അവിടെ കളിച്ചിരുന്നു. ഇന്ത്യ പ്രാഥമിക റൗണ്ടിൽ ബി ഗ്രൂപ്പിലായിരുന്നു. എല്ലാ മത്സരങ്ങളും ഞാൻ കണ്ടിരുന്നു, റിപ്പോർട്ട് ചെയ്തിരുന്നു. ആദ്യ കളിയിൽ ഓസ്ട്രേലിയയോട് 2 ഗോളിന് തോൽക്കുന്നുണ്ട്. രണ്ടാം കളിയിൽ ഉസ്ബെക്കിസ്ഥാനായിരുന്നു ജയിക്കും എന്ന് നമ്മൾ കരുതി. 3 ഗോളിന് തോറ്റു.
അവസാന മത്സരത്തിൽ പോലും സിറിയ നമുക്ക് സാധ്യതയുണ്ടായിരുന്നു, ജയിച്ചാൽ ഒരു സാധ്യതയുണ്ടായിരുന്നു. ആ മത്സരത്തിൽ നമ്മൾ ഒരു ഗോളിന് തോറ്റു. ഈ തോൽവി കൊണ്ട് ആദ്യ റൗണ്ടിൽ ഇന്ത്യ പുറത്തായി എന്ന് മാത്രമല്ല, ഒരു ഗോൾ പോലും 3 മത്സരം കളിച്ചിട്ടും ഒരു ഗോൾ പോലും എതിർ വലയിൽ നിക്ഷേപിക്കാൻ പോലും ഇന്ത്യക്കായിരുന്നില്ല. സുനിൽ ഛേത്രി എന്ന് പറയുന്ന ഒരു പ്ലെയർ നമ്മുടെ ക്യാപ്റ്റനാണ്, സീനിയർ പ്ലെയറാണ്, നല്ല സ്ട്രൈക്കറാണ് അദ്ദേഹം. ഇപ്പൊ നമ്മൾ ലോക ഫുട്ബോളിലെ രാജ്യാന്തര ഗോൾ വേട്ടക്കാരുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി ഒക്കെ കഴിഞ്ഞാൽ 3-4 സ്ഥാനത്ത് വരുന്നവരാണ് സുനിൽ ഛേത്രി. ആ സുനിൽ ഛേത്രിക്ക് പോലും ഒന്ന് സ്കോർ ചെയ്യാൻ പറ്റാത്ത വിധം നമ്മൾ ആകെ തകർന്നു പോയ ഒരു ടീമാണ്. നമ്മളിങ്ങനെ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഖത്തർ എന്ന കൊച്ചു രാജ്യം ഇപ്പോൾ അവർ 56 ലോക റാങ്കിങ്ങിലാണ്. അവർ ഏഷ്യ എന്ന വലിയ വൻകരയാണ്. ആ വൻകരയുടെ ചാമ്പ്യൻ രാജ്യമാവാൻ തുടർച്ചയായിട്ട് 2ാം തവണയും മാറുമ്പോൾ ഏഷ്യ കപ്പിൽ ഒരു മത്സരം പോലും ജയിക്കാൻ കഴിയും. നമ്മൾ 130 കോടി ജനസംഖ്യ നമുക്കുണ്ട്. വിസ്തൃതിയിൽ നമ്മൾ കിടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, 7ാം സ്ഥാനത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. ആളോഹരി വരുമാനം നോക്കുക, ഭൂപ്രകൃതി നോക്കുക, നമ്മുടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ, മാൻ പവർ നോക്കിക്കഴിഞ്ഞാൽ വളരെ ശക്തം. പക്ഷേ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഖത്തർ അവരുടെ അവസാന 11 നിശ്ചയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ കോച്ചുണ്ട്, മാർക്കസ് എന്ന കോച്ചിന്റെ നിയന്ത്രണത്തിലാണ് ആ ടീമിനെ നിർണ്ണയിക്കുന്നതെങ്കിൽ സങ്കടം പറയാം, ഇന്ത്യ പ്ലേയിങ് 11 നിശ്ചയിക്കുന്നത് ജ്യോതിഷിയിൽ നിന്നാണ്. അല്ലെങ്കിൽ നക്ഷത്ര ഫലമെല്ലാം നോക്കിയിട്ട് അവസാന 11 നിശ്ചയിക്കുന്ന ഒരു ടീമായിട്ട് നമ്മൾ അധപ്പതിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഏഷ്യ കപ്പിനെ സാക്ഷി നിർത്തി പറയുന്ന ഒരു കാര്യം, ഇനിയെങ്കിലും നമ്മളൊന്ന് മാറിയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ സമ്പത്തും നമ്മുടെ എല്ലാം ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് പോവാതെ രാജ്യത്തിന്റെ കായിക വികസനത്തിന്, ഫുട്ബോൾ വികസനത്തിനായിട്ട് മാറ്റിവെച്ചാൽ മേ ബി ഇപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വേൾഡ് കപ്പിലൊന്നും കളിക്കാനായിട്ട് കഴിയും എന്ന് തോന്നുന്നില്ല. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഏഷ്യ കപ്പിലെങ്കിലും 2 വിജയം നേടാനുള്ള ഒരു ടീമായിട്ട് നമുക്ക് മാറാൻ കഴിയട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. എന്തായാലും നാളത്തെ ഫൈനലിനായിട്ട് കാത്തിരിക്കുന്നു.